വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു മൈ ഓണം സീരീസ് പാർട്ട് 2. സോ ഇന്ന് നമ്മൾ പുതിയൊരു വ്ളോഗിലായിട്ടാണ് പോകുന്നത്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് പോവുകയാണ് നമ്മൾ. ഇന്ന് ഞാൻ അവിടേക്ക് സ്റ്റേ ചെയ്യുന്നത്. എന്താ കാര്യമൊക്കെ നമുക്ക് പോകെ പറയാം. ആൻഡ് ഞാൻ ഇപ്പം റെഡിയായി നിൽക്കുകയാണ്. ഇപ്പം പോണം. ഞാൻ തലമുടി വാഷ് ചെയ്ത് എന്റെ മുടി ഭയങ്കര റഫ് ആയിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. മേക്കപ്പ് ചെയ്യാൻ കുറച്ച് ഐലാഷ് ഇതാക്കിയിട്ടുണ്ട്, ഒന്ന് പുഷ്ടിപ്പെടുത്തിയിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, പിന്നെ വേറെ ഒന്നുമില്ല. ആൻഡ് നമുക്ക് എന്നാ അങ്ങോട്ട് പോകാം. ബൈ. വണ്ടി ഓടിക്കാൻ പോവാണ് ഗൈസ്. ഞാൻ എന്റെ മയിൽ വാഹനത്തിലാണ് പോകുന്നത്. വണ്ടി ആൻഡ് ലെറ്റ്സ് ഗോ. ആ പാടത്ത് വയ്ക്കാനുള്ള കോലം ശരിയായോടാ? ഇല്ല സാർ. എന്നാ ഇനി വേണ്ട. ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട്, വെച്ച് നോക്ക്. വെൽക്കം ചെയ്യാൻ ഓടി വന്നതാണ്. മിസ് പാറു, ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട്ടിൽ വെച്ചിരിക്കുന്നു. എന്റെ കിരീടം ഞാൻ താത്തു നോക്കട്ടെ. അങ്ങനെ ഞങ്ങള് എല്ലാരും ഇവിടെ ഉണ്ട്. കൃഷ്ണയുടെ അമ്മ, കൃഷ്ണയുടെ അനിയത്തി, കൃഷ്ണയുടെ ഫ്രണ്ട്, എല്ലാരും ഉണ്ട്. അമ്മച്ചി ഇരിക്കുന്ന ഇതാണ് നമ്മളെ മെയിൻ ആള്. അങ്ങനെ എവിടെ ഇരിക്കും ഞാൻ? എവിടെയും ഇരിക്കണത്. അങ്ങോട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇന്ന് വലിയ ചർച്ചയൊക്കെ നടക്കുന്നത്. ആന്റി ജോലിയാണ്. ഹലോ ആന്റി. ഇതെല്ലാം കൊണ്ടന്റ്. ഇന്ന് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നതിന്റെ ഒരു എന്തായാലും പറയുന്നത് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നാളെ നമ്മുടെ കൃഷ്ണയുടെ വീട്ടിരുന്നു കോളേജിലെ ഓണം സെലിബ്രേഷൻ ആണ്. അപ്പൊ നമ്മളിവിടെ ഓണം പ്രൊപ്സിന് വേണ്ടിയിട്ട് വന്നതാണ്. കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട്, സാരി ഒക്കെ സെറ്റ് ചെയ്യണം, പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട്. എല്ലാം പോകെ നമ്മൾ കാണുന്നതായിരിക്കും. പിന്നെ ഇന്നലെ ഇവിടെ തുടങ്ങിയതേ ഉള്ളൂ. പറയുന്നിടത്തൊന്നും ഞാൻ ഇതായിരുന്നു വഴിയുന്നു. അവിടെ വീട്ടിൽ കണ്ടന്റ് ഇട്ടിട്ട് ഇവിടെ കണ്ടന്റ് ഉള്ളു. നീ കോഴിക്കോട് പോയി പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു. ഇതേ കണ്ടന്റ് പോയല്ലോ. നീയാണ് ഞങ്ങളുടെ കണ്ടന്റ്. ഇവിടെ എന്ത് പറയുന്നത്? കണ്ടന്റ് ഇടുന്ന അമ്മച്ചെന്ന് പറയുന്നത് എന്തോ ഓക്കെ. നമുക്ക് ഈയിടെ കൊച്ച എനിക്കിഷ്ട ഗൈസ്. അതാ നമ്മുടെ ആന്റി വന്നു. എനിക്ക് വിളിച്ചിട്ടറിയാം. ആരെയും ഞാൻ പറഞ്ഞു കൊടുത്തില്ല. എല്ലാരും ഞാൻ പറ്റും. ഞാൻ എല്ലാരും യൂട്യൂബിൽ കാണും. എല്ലാരും ഫേമസ്. എടി ഇവിടെ വന്നേ കാണിച്ചു എന്താ എന്തുവാണ് വെറുതെ അവിടെ പോയി അമ്മ മതി. അടങ്ങി ഒതുങ്ങിയിരിക്കണം. ഫേമസ് ആയിട്ടുള്ള പല വീഡിയോസ് പ്രശ്നമില്ല. ഞാൻ ഇന്നലെ ലാപ്ടോപ്പിൽ പണിയുവാ, എന്നിട്ട് മൗസിൽ ഇതാക്കുക. നീങ്ങുന്നില്ല. മൗസിൽ കുത്തിയിട്ടില്ല ഞാൻ. അവിടെ ഒന്ന് നീക്കുക. കണ്ടോ, ഇത് സ്വന്തമായി ഇന്ന് നമ്മൾ ആരും എങ്ങനെ നടക്കും? ഒരുത്തി ഹോസ്പിറ്റൽ തല കട്ടില്ല അരിയില്. പിന്നെ നിന്റെ ഇതൊന്നും പറയുന്നത് ആദ്യം ചുരുണ്ടുകൂടി കൊച്ചിന്റെ കൂട്ടി, പിന്നെ കുഞ്ഞെ കൊണ്ട് തല്ലില്ലെങ്കിൽ വരും. ഇവള് ഞാൻ വിളിക്കുമ്പോ അനക്കവേ ഇല്ല. ചത്ത ശവം. കൃഷ്ണേ, ഞാനാണെങ്കി ഒരു വെളുപ്പിന് കിടക്കണമെങ്കിൽ ഞാൻ ഈ വീട് ഒരു സാധനം അരിയുടെ കയറുമ്പോ പേടിച്ചു പോയി. ഞാൻ കൃഷ്ണ താഴെ വെക്കിട്ട് ഒറ്റ കിടപ്പു. ഞാൻ ഇവിടെ നിന്ന് ഉറക്കത്തിൽ കെട്ടി. എനിക്ക് ഉറക്കത്തിൽ നല്ല സ്വബോധമുണ്ട്. ഞാൻ ഉറക്കത്തിൽ നിന്ന് കെട്ടിപ്പിടിച്ച് കാലെടുത്ത് ഒറ്റ ദൂരെ എറിഞ്ഞവള്. കാലിങ്ങനെ വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാനും എന്നാടി അബി വിളിക്കാൻ വന്നപ്പോ ഇവിടെ നോക്കി ഒച്ചൊരുമ ഉറക്കത്തിൽ ഞാൻ ഇങ്ങനെ വെട്ടിയെന്നുള്ളതാ. എനിക്കൊന്ന് ഇഷ്ടികയാണ് കണ്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ ചൗക്കിട്ട് തടിച്ചിട്ടുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ. ഇന്ന് എന്റെ അടുത്ത് ഉറക്കത്തിൽ വന്നിപ്പോ ഈ ഉറക്കമില്ലാതെ ഉറങ്ങുന്നത് കൊണ്ട് വെളിവ് കാണത്തില്ല. അപ്പൊ സ്വബോധം കാണാൻ ആരൊക്കെ വന്ന് കാര്യം പറയുന്നെന്ന്. പക്ഷെ ഞാൻ വെളിവില്ലാതെ എനിക്ക് റിപ്ലൈ കൊടുക്കുന്നത്. അപ്പൊ ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ പനിയാ. എന്നിട്ട് ഞാൻ രാവിലെ എന്ത് പറയുന്നത് മറന്നു. എന്നോട് പറയുന്നത് അബിയുടെ കൂട്ടുകാരെ വീട്ടിൽ വന്നിട്ട് അമ്മൂമ്മയാണെ നന്ദു എന്ന് പറയുന്നത്. ആരെന്തു ഞാൻ ഇങ്ങനെ നടക്കല്ലേ. ഇങ്ങനെ നോക്കിയപ്പോൾ ഒരാൾ തലകുത്തനെ ഇരിക്കുന്നത്. അതായത് കട്ടലിന്റെ അവിടെ നിന്ന് ഇങ്ങനെ എന്നെ എത്തി നോക്കുക. ഞാൻ ഇതിപ്പോ തല മാത്രമുള്ള ഒരാള്. എന്നിട്ട് ഞാനിങ്ങനെ പാതി കൊണ്ട് വന്നിട്ട് എന്തോന്ന് ചോദിക്കുക. അപ്പൊ അവൻ ചോദിച്ചു, ചേച്ചി വണ്ടി എടുത്തോട്ടെ. നീ വണ്ടിയോ എന്തോ ചോദിച്ചോ. കൊണ്ടോ? വണ്ടി കൊണ്ടുപോയി.
ഞാൻ എന്നിട്ട് ഇന്ന് ഇങ്ങോട്ട് വരണ്ടേ, ഞാൻ ചോദിച്ചു ത്രെഡ് ചെയ്യാൻ പോകുന്നു. ഞാൻ പുള്ളിന്റെ വണ്ടി കാണുന്നില്ല. അപ്പൊ അമ്മ പറഞ്ഞു നീ അല്ലേ പറഞ്ഞ അവനോട് വണ്ടി എടുത്തോണ്ട് പോകാനെന്ന്. പിന്നെ പിന്നെ ഞാൻ അവനോട് പറഞ്ഞിട്ട് ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് ഇന്നോട് പോകണം, വണ്ടി വേണം. എവിടെ അവൻ വിളമ്പിന് പോയതാ. അത് അവൻ എനിക്ക് മനസ്സിലായില്ല അവന്റെ ലോജിക്ക്. അവൻ സ്പ്ലെൻഡർ കൊണ്ട് വന്നിട്ട് സ്പ്ലെൻഡർ എന്റെ വീട്ടിൽ വെച്ചിട്ട് എന്റെ വണ്ടി എടുത്തു. ലില്ലപ്പൂ വാങ്ങാൻ വേണ്ടി പോവാണ്. അത് അവിടെ അവളെ ഡ്രസ്സ് മാറി, കൃഷ്ണ ഡ്രസ്സ് മാറി. ഞങ്ങൾ എന്തോ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡ്രസ്സിന്റെ ചർച്ചയിലാണ് അവർ രണ്ടുപേരും. അവർ കോമൺ ആയിട്ടുള്ള എന്തോ ചർച്ചയാണ്. എന്റെ തുണിയല്ല ഇവിടെ കിടക്കുക. ഒരു ചുരിദാർ, ഒരു ക്യാൻ, പിന്നെ എന്തൊക്കെയോ കുറെ ഉണ്ട്. എന്റെ ക്രോപ്പ് ടോപ്പ് എല്ലാം ഇവിടെ തന്നെയാണ്. കാരണം എന്താ, എന്റെ താമസം മിക്കാറ് ഇവിടെ ആണ്. ഇനി ഇവളെ നിങ്ങൾ മിക്കവാറും എന്റെ ബ്ലോഗ്സിൽ കാണാറുണ്ട്. കാരണം ഞാൻ വീട്ടിൽ നിൽക്കാറില്ല. ഞാൻ എപ്പോഴും ഇവിടെ സ്റ്റേ ചെയ്യാറുള്ളത്. എന്താണ് നമ്മളൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പൊ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ്. അത് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. ഇത് കുത്തു വാങ്ങിയാണോ? ആറു എങ്ങനെ ഒരുങ്ങി കഴിഞ്ഞു ഗൈസ്. പൊറോട്ട വേഷത്തിൽ നിന്ന് നല്ലൊരു വേഷത്തിൽ. പക്ഷെ അപ്പഴേ മുടിയൊക്കെ കിടക്കാൻ കണ്ടില്ലേ. കറക്റ്റ് ഏതോ എവിടെയോ പോയിരുന്നു. വേണം നമ്മൾ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ അങ്ങനൊന്നും എന്റെ ബ്ലോഗിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഗൈസ്. സോറി. അങ്ങനെ അവിടെ ഒരുങ്ങി കഴിഞ്ഞ് ദേവിക കുളിക്കുകയാണ്. കുളിക്കുന്ന വേണ്ടി കാണിച്ചു തരാൻ പറ്റില്ല. കുളിച്ചിട്ട് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. 1, 2 പറഞ്ഞിരിക്കാം. ഞാൻ വാച്ച് എടുത്തില്ലടി. എന്റെ ടൈറ്ററിന്റെ വാച്ച് ഞാൻ എടുത്തില്ല. സോറി ഗൈസ്. ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഇൻസ്റ്റന്റ് ഇടുന്ന് എവിടോ നിൽക്കുന്നതിന്റെ കോഴിക്കോട് പോകുന്ന കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ കേട്ടായിരുന്നു വീഡിയോ കോൾ വരുമ്പോ. പക്ഷെ ഇവിടെ പോയാ അപ്പൊ വീട്ടിലാരും ഇവിടെ തന്നെ പോയെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. മുല്ലപ്പൂ വാങ്ങാനാണ് വീടിന്റെ, അതും വീടിന്റെ അടുത്ത്. അതിനാണ് ഞങ്ങൾ കാറിൽ ഒതുങ്ങുന്ന 5 പേര് 2 മുഴം മുല്ലപ്പൂവിന്. ഒരു കുടുംബത്തിൽ ഒന്നും എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലെ പോയത്. പണക്കാരാന്ന് വിചാരിക്കുള്ളൂ. ഇത്ര പേര് 2 മുഴം മുല്ലപ്പൂവിന് ഇത്ര പേര് വരും എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് റിവീൽ ചെയ്യാൻ പറ്റില്ല. നാളെ കാണിച്ചു. സിബ്ലിങ്സ് അടിയാണ് ഇതൊക്കെ. വിളിക്കുമ്പോ ലൈറ്റ് ഓഫ് ആക്കി കളിക്കുന്നത് സൈക്കോ. കണ്ട എന്തോ സൈക്കോ പരിപാടികളൊക്കെയാണ്. ഞങ്ങള് മുല്ലപ്പൂ വാങ്ങാൻ പോവാണ്. എല്ലാവരും ഉണ്ട്, ഒരാൾ മാത്രം ഇല്ല. പാവാതി കഷ്ടം. അവള് മാത്രം ലെഫ്റ്റ് ഔട്ട് ആയി പോയി. ഇപ്പൊ വരും. ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഗൈസ്? നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? മുല്ലപ്പൂ വാങ്ങാൻ. 5 മിനിറ്റ് മതി. അവിടെ വരെ പോകാനാണ് നമ്മൾ ഇത്രയും ബിൽഡപ്പ് ഒക്കെ. ഞാൻ പറഞ്ഞത് എടുത്ത് വെക്കണേന്ന്. എടുത്ത് വെച്ചില്ലേ? അത് 2 മുഴം മുല്ലപ്പൂന. 2 6 ബ്ലോഗാണ്. എന്റെ ബ്ലോഗല്ലോ എന്തുകൊണ്ടുണ്ട് എന്നെ കാര്യം. ഇനി വന്നിട്ട് വേണം കഴിച്ചാൽ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാം. അതൊക്കെ ചെയ്യാം. എല്ലാം ശരി. ക്യാമറ ഷൈ ആണ്, അതുകൊണ്ടാണ് ആണ്ടിരിക്കുന്നത്. മാറിയിരിക്കും, മിണ്ടത്തില്ല. ഇനി മിണ്ടിയ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞാലോ, അതുകൊണ്ട് മനസ്സില്ല. ഞാൻ കാണിച്ചു ഒരാളെ ലെഫ്റ്റ് ഔട്ട് ആയിട്ട് ഫീൽ ചെയ്യോ? കളിക്കാൻ ചെന്നപ്പോ അവിടെ കളഞ്ഞിട്ട് പോയതില്ല. ആന്റി പച്ചക്കറിയും മീനും വാങ്ങിയിരുന്നു. ആന്റി തന്നെ ഞാൻ വെച്ച് പോവാണെന്ന് കഴിച്ച്. ഞാൻ വെച്ച് ആന്റി പോയത്. ആന്റി ഞങ്ങളെ കൊണ്ടുപോകുന്നില്ലേ? ബാക്കിലുണ്ട്. ബാക്കിലുണ്ട് സാധനങ്ങളെല്ലാം. മീനൊക്കെ പുറകെ വെക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോയതാണ്. ഞങ്ങൾ കോഴിക്കോട് പോയ കഥയാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെ പറയാം? നീ പറഞ്ഞത് ഫുള്ള് പറയത്തില്ല. ആന്റി പറ. അപ്പൊ ആ കൊച്ചുങ്ങളോട് ചോദിച്ചപ്പോ പറഞ്ഞു, ഇത് ഞങ്ങളുടെ സീറ്റാണ്, ഞങ്ങൾക്ക് 19, 21 ഞങ്ങൾക്ക് തന്ന സീറ്റാണെന്ന് പറഞ്ഞു. അപ്പം താഴെ ഇരുന്ന അയാൾ പറഞ്ഞു 21 എന്റെ സീറ്റാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞേ ഒരേ സീറ്റ് 2 ആളുകൾക്ക് കൊടുത്തോ? അതെങ്ങനെ ശരിയാവും? അപ്പൊ നോക്കിയപ്പോ ആ കുട്ടികളെ സ്റ്റേഷനിൽ നിന്ന് എടുത്ത ടിക്കറ്റാ. അപ്പൊ ഞാൻ പറഞ്ഞു സ്റ്റേഷനിൽ നിന്ന് എടുത്തെന്ന് പറഞ്ഞാലും ഓൺലൈൻ എടുത്തെന്ന് പറഞ്ഞാലും കൊടുത്ത ടിക്കറ്റ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും TTR വന്നിട്ട് പറയാം. അപ്പൊ കൊച്ചുങ്ങൾ ഇങ്ങനെ ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു മുകളിലായിരുന്നു ഞങ്ങളുടെ സീറ്റ്, അവിടെ ആള് കിടക്കുന്നത് കൊണ്ട്
ഞങ്ങൾ ഇവിടോട്ട് കിടന്നു വന്നത്. അപ്പൊ 21-കാരൻ താഴെ ഇരുന്ന് എന്റെ 21 പറഞ്ഞുണ്ടല്ലോ, എഴുന്നേറ്റിട്ട് എഴുന്നേക്ക് ഇവരുടെ സീറ്റാണെന്ന് പറഞ്ഞു. അയാള് ചാടി ഉറക്കത്തിൽ എഴുന്നേറ്റ്. എസ് ഡ്രൈവ് അല്ലേ, എസ് ഡ്രൈവ് 19 എന്റെ സീറ്റാണ്. എല്ലാവർക്കും ഒരു സീറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ചേട്ടാ ഇതെന്താ ഇങ്ങനെ പറയുന്നത്. ഞാൻ കൊച്ചുങ്ങളുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് ഒന്നുകൂടെ വാങ്ങിച്ച് ഞാൻ നോക്കിയപ്പം എന്തുവാ 19-21 ഏജ് എഴുതി വെച്ചേക്കുന്നത് പിള്ളേർക്ക്. 5-6 സീറ്റ് വയസ്സ് നോക്കിയിട്ട് എനിക്ക് അതാണ് പറഞ്ഞു. എന്തൊക്കെ വിറ്റാണ് എന്നിട്ട് പറഞ്ഞ ആദ്യമായി കോളേജിൽ പോവാ, ഞങ്ങൾ ആദ്യമായിട്ടായി പരിപാടിക്ക്. ഞാൻ ആദ്യം ഒരു ട്രെയിനിൽ കയറി എനിക്കപ്പോ ഇത്തിരി കൂടെ ബോധമൊക്കെ ഉണ്ട്. അത് എന്താ 19-21 എന്താ ഒരു മെയിലും ഫീമെയിലും, ഇത് 2 പെമ്പിള്ളേരാ. അപ്പൊ 21 പറയാം ഒന്ന് മെയിലാണ്. വീട്ടിലൊന്നു വലിയൊരു ജേണി ആയിരുന്നു. 10 മണിക്കൂറുകൾ എടുത്തു. ഇവിടെ തിരിച്ചു വന്നു. ഇവിടെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ നടക്കുന്നു. ഡാൻസ് കളിക്കുകയാണ് അവര്. അവർക്ക് ഒരു കല്യാണം വരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹൽദിക്ക് വേണ്ടിയിട്ടുള്ള ഡാൻസ് ആണ് അവര് പ്രാക്ടീസ് ചെയ്യുന്നത്. കളി ടീച്ചർ കൃഷ്ണ, ഡാൻസ് മാസ്റ്റർ കൃഷ്ണ. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇങ്ങനെ പ്രാക്ടീസ് സെക്ഷൻ ഗോയിങ് ഓൺ ഗൈസ്. ഫുഡ് കഴിക്കാണ് ഗൈസ്. ഫുഡിന്റെ ടൈമായി. കൃഷ്ണയുടെ അച്ഛൻ ഹായ് തരും. എല്ലാരും ഫുഡ് കഴിക്കണം. നല്ല അമ്മച്ചി കഴിക്കുന്നത്. കൃഷ്ണ ഹായ് അങ്ങ് പറഞ്ഞിട്ടല്ല. നമ്മുടെ സാരി ഡ്രിപ്പിംഗ് ചെയ്യാൻ പോവാണ്. സാരി നമ്മള് ഇതാണ് ഒരു സാരി, പിന്നെ വേറൊരു സാരി ഇതാണ്. ഇത് രണ്ടും നമ്മളിപ്പോ ബോക്സ് ഫോൾഡ് ചെയ്ത് രാവിലത്തേക്ക് ബോക്സ് ഫോൾഡ് എല്ലാം പ്രീപ്ലേറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് അത് ചെയ്യാം. എന്നാലും ഞാൻ മിണ്ടാതിരിക്കത്തില്ല. ഇച്ചിരി പിച്ച് നമ്മുടെ സാരി പ്രിപ്പേറ്റിംഗ് കഴിഞ്ഞു. സമയം 12:30 ഇനി ബാക്കി പരിപാടിയിലേക്ക് നമുക്ക് പോവാം. നമുക്ക് മെഹന്തിയും പിന്നെ എന്തൊക്കെയായിരുന്നു ചെയ്യണ്ടേ, പിന്നെ അങ്ങനെ ജൂവലറി മാച്ച് ചെയ്യണം. നമ്മള് ജൂവലറി ഒക്കെ എടുത്ത് വെക്കണം. രാവിലത്തേക്ക് ഇവിടെ ഒരു മമ്മി കിടന്നുറങ്ങുന്നു. ചെറുതാക്കി ചോക്കർ പോലെ ഇടാൻ പറ്റും, ഇത്രേ ഉള്ളൂ. ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. വേദനയോടെ ഞാൻ മനസ്സിലാക്കി, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന്. ഈ മാലയും വിടാൻ പറ്റത്തില്ല. ഇല്ല നല്ല വ്യത്യാസമാണ്. അത് ചെയ്തു. ഇത് ദേവികയുടെ കമ്മൽ. ദേവികയുടെ കമ്മൽ ബ്ലാക്ക് ആണല്ലോ. എന്റെ ഇതില് ഇതാ ചേരുന്നത്. അത് അതർ വൺ. അതിനകത്ത് പച്ചക്കല്ലും എടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. വെച്ച് നോക്കി, ഇതിൽ വെച്ച് നോക്കി. മാറ്റ് കോൺട്രാസ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. കൊള്ളാം. ഇപ്പൊ കണ്ടാ ഗൈസ്, ഭരതനാട്യത്തിന് 3 മിനിറ്റുള്ള പ്രിപ്പറേഷൻ പോലെ ഉണ്ട്. എല്ലാ സാധനങ്ങളും നിരത്തി വെച്ചേക്കും. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ നോക്കുന്ന ഇത് ചിലപ്പോൾ ഇടുമായിരിക്കും, അല്ലെങ്കിൽ ഇത് കണ്ടോ, ഇതെന്താ ഇത് നമ്മൾ യുദ്ധത്തിന് പോകുമ്പം മറ്റേന്ത് വാളും പരിചയം അതുമാതിരി ഉണ്ട് ഇത് കാണാൻ. ഇത് കഴുത്ത് വന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച ഗൈസ്. ദേവികയുടെ മാലയും കമ്മലും എന്ത് മാല കാണിച്ച്, ദേവികയുടെ മാല. ഇതെന്താ ഇത്, കൊലുസോ? Wow, nice. Wow, what a combination, guys. You see it. What is this?
ഗൈസ് ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. എല്ലാവരും തന്നെ ഇവിടെ മടിയായിരിക്കുന്നു. അപ്പം ബാക്കി നാളെ കാണാം. ബൈ. ഞാൻ പോകുന്നു. ബൈ ബൈ.